ആലപ്പുഴയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ നവകേരള യാത്രക്കിടെയാണ് ആ സംഭവം ഉണ്ടായത്. അത് രക്ഷാപ്രവർത്തനം എന്നതായിരുന്നു മുഖ്യമന്ത്രി അതിനെ വിശേഷിപ്പിച്ചിരുന്നത്. ആ സംഭവത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് ആ തീരുമാനമുണ്ടാകുന്നത്. സ്പെഷ്യൽ ടീം പുനരന്വേഷണം നടത്തും എന്നതാണ് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ വെച്ച് കറുത്ത കൊടി കാണിച്ച പ്രവർത്തകരെ ഗൺമാൻമാരായ അനിൽകുമാറും സന്ദീപ് എസും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. 2023 ഡിസംബറിലാണ് ഈ സംഭവം ഉണ്ടായത്. അതിലാണ് ഇപ്പോൾ പുനരന്വേഷണം വരുന്നത്. പുനരന്വേഷണത്തിന് സ്പെഷ്യൽ ടീമിനെ ഏൽപ്പിച്ചതായി VD സതീശൻ അറിയിച്ചു. ഈ നവകേരള സദസ്സിന്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നും മറക്കാൻ പറ്റുന്നതാണ്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവർ പറഞ്ഞത് ഒരു തെളിവും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വീഡിയോ ഹാജരാക്കിയപ്പോൾ കോടതിക്ക് അത് ബോധ്യമായി. കാരണം മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല, ബോധ്യമായി. അപ്പോൾ കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. കോടതി ഉത്തരവ് 1.5 വർഷമായി പാലിക്കപ്പെടുന്നില്ല. ആ ഘട്ടത്തിലാണ് ഈ നടപടി എന്നതാണ് VD സതീശൻ സൂചിപ്പിക്കുന്നത്. ഇതൊരു പ്രതികാര നടപടിയല്ല എന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഞങ്ങളൊന്നും മറക്കില്ല എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നാണ് ഗൺമാൻമാർ പ്രതിഷേധക്കാരെ അന്ന് മർദ്ദിച്ചത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കുക മാത്രമാണ് ഗൺമാൻമാർ ചെയ്തതെന്നും അതൊരു രക്ഷാപ്രവർത്തനമാണ് എന്നും പറഞ്ഞ് മുഖ്യമന്ത്രി ഗൺമാൻമാരുടെ നടപടിയെ ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ കോൺഗ്രസ് നേതാക്കൾ വലിയ പ്രതിഷേധം അന്ന് ഉയർത്തിയിരുന്നു. പോലീസ് നടപടിയെടുക്കാതിരുന്നതിനെ തുടർന്ന് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കോടതിയെ സമീപിച്ചു. തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം ഗൺമാൻമാർക്കെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു. ഇതായിരുന്നു ആ സാഹചര്യം. അതിനുശേഷം ഇപ്പോൾ പുനരന്വേഷണം എന്ന കോടതി ഉത്തരവ് നടപ്പാക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. അന്ന് അടികൊണ്ടവരിൽ ഒരാളായ AD തോമസ് ഇന്ന് MLA ആണ്. AD തോമസ് MLA ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമുണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിച്ചത് ഏറെ സന്തോഷമുണ്ട് ഈ തീരുമാനത്തിൽ എന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ അന്വേഷണം നടത്തി നീതി ഉറപ്പാക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായും AD തോമസ് MLA ന്യൂസ് 18നോട് പറഞ്ഞു. ആ പ്രതികരണം കൂടി കേൾക്കാം. ഞങ്ങൾ ഈ തീരുമാനത്തെ കേരളത്തിലെ പൊതുജനങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം തെരുവിൽ ആക്രമിക്കപ്പെട്ട ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരുടെ എല്ലാം പോരാട്ടത്തിന്റെ ഒരു പ്രതീകമായിരുന്നു ഈ നിയമ പോരാട്ടം. അതിനെ അന്നത്തെ LDF സർക്കാർ അവജ്ഞയോടെ പരിഹാസത്തോടെയാണ് കണ്ടത്. അതിനെ ഞങ്ങൾ പരിഹസിക്കുകയായിരുന്നു. ഇന്ന് UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് ഒരു അന്വേഷണം നടത്തി നിയമപരമായ നടപടിയിലേക്ക് പോകുന്നതിൽ വലിയ സന്തോഷം ഞങ്ങൾ രണ്ടുപേർക്കുമുണ്ട്. ഇപ്പോൾ എന്റെ ഒരു സ്ഥാനാർത്ഥിത്വം തന്നെ എന്റെ ഒരു വ്യക്തിപരമായ മികവിലാണെന്നോ അങ്ങനെ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇപ്പോഴും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പ്രാപ്തിയില്ലാതെ സമരം ചെയ്തതിന്റെ പേരിൽ അടികൊണ്ട് തല തല്ലിപ്പൊളിക്കപ്പെട്ട് ഇപ്പോഴും കിടപ്പിലായ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രതീകമായി, അവരുടെ ഒരു ബിംബമായി എന്നെ ഐക്യജനാധിപത്യ മുന്നണി കോൺഗ്രസ് പാർട്ടി മത്സരിപ്പിച്ചതാണ്. അപ്പോൾ ആ ചെറുപ്പക്കാർ തെരുവിൽ ചിന്തിയ ചോരയ്ക്ക് ആ കേരളത്തിലെ ജനങ്ങൾ കണക്ക് ചോദിച്ചതാണ് എന്റെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് എന്റെ ഒരു വിജയമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതുബോധത്തിന്റെ ഒരു ആത്മരോഷത്തിന്റെ പുറത്തുണ്ടായ ഒരു വിജയമായിട്ടാണ്. അത് വളരെ വിനയത്തോടെ അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ഇതിനെ കാണുന്നത്. ആ സംഭവത്തിന്റെ പ്രതീകമായിട്ടാണ് ആലപ്പുഴയിൽ യുവാക്കളുടെ പ്രതീകമായി AD തോമസ് സ്ഥാനാർത്ഥിയാകുന്നതും അവിടെ നിന്ന് വിജയിച്ചു വരുന്നതും. എന്തായാലും ഈ തീരുമാനത്തിൽ വലിയ സന്തോഷം എന്ന് രേഖപ്പെടുത്തുകയാണ് AD തോമസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.